നമ്മളിതാ പെട്ടിയൊക്കെ കെട്ടിപ്പൂട്ടി ഇറങ്ങാട്ടോ. എവിടേക്കാന്നുള്ള ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ പറയാം. അങ്ങനെ നമ്മള് എയർപോർട്ടിലേക്ക് തിരികെട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണ്. എന്തായാലും 9 ദിവസത്തെ ലീവൊക്കെ ഉണ്ട് ഇവിടെ ഈദ് പ്രമാണിച്ചിട്ട്. അത് കാരണം നമ്മൾ വിചാരിച്ചു ഒരു മുംബൈ ട്രിപ്പ് അടിക്കാന്ന്. അപ്പൊ ഇനി കുറച്ച് ദിവസം നമ്മുടെ ബോംബെ വിശേഷങ്ങളാവും. ബോംബെയിലെ കുറെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താവും എങ്ങനെയൊക്കെ ആവും അറിയില്ല. എന്താണെങ്കിലും സ്മരണകളല്ല, ഓർമ്മകളായ പറക്ക. അങ്ങനെ അപ്പോൾ നമ്മുടെ ബോംബെ വിശേഷം ദാ ഇവിടോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ദാ പിള്ളേരൊക്കെ ഇവിടെ ഫുൾ സെറ്റ് ആണ്. എല്ലാവരും ഫുൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. എല്ലാരും ഹാപ്പി? സോ ഹാപ്പി. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്നാ പതുക്കെ നടന്നു തുടങ്ങിക്കോളൂ. ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാം സ്മൂത്താണ്. നല്ല സീറ്റ് കിട്ടി, ഫ്രണ്ട് റോ ആണ്. എല്ലാവരും അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. അടുത്ത കഴിഞ്ഞ് ഇമിഗ്രേഷൻ ആണ്. അപ്പോൾ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇമിഗ്രേഷനും പരിപാടികളൊക്കെ തീർന്നു. ഇനി കുറച്ചു നേരം നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് പ്രദക്ഷിണാണ്. എന്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെ ഇവിടെ കാണാട്ടാ. ഉണ്ടല്ലേ, ഡ്യൂട്ടി പെയ്ഡിലേക്ക് ഉണ്ട് കയറിയ പിന്നെ എന്തെടുക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. എന്തടി 3 കൂടി കാണിക്കണ? സൗണ്ട് ഉണ്ടാക്കല്ലേ, ആൾക്കാർ ഓടി വരും പതുക്കെ. അങ്ങനെ ഡ്യൂട്ടി പെയ്ഡിൽ അത്യാവശ്യം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇതാ നമ്മൾ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മള് ലോഞ്ചിൽ കയറി വന്നിട്ടുള്ള ആക്രമണങ്ങള് തുടങ്ങുക കേട്ടോ. അച്യുത അവിടെ നിന്ന് ജ്യൂസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഭക്ഷണത്തിന്റെ അവസ്ഥ? കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ പതുക്കെ കഴിച്ചോണ്ടിരിക്കും. അത്ര തന്നെ. പിള്ളേർക്ക് അച്ചുവിന് പെപ്സിയുടെ ഇതിന്റെ ചാകര, സ്പ്രൈറ്റ്. അച്ചുവിന് ചാകരയാണ്. അധികം വലിയ കാര്യമായിട്ടുള്ള ഒരു സ്പ്രെഡ് ഒന്നും ഇല്ല കേട്ടോ. ഈ കാണുന്നൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ. ഭക്ഷണം ഓരോരുത്തർക്ക് വേണ്ടത് എല്ലാവരും എടുത്തു കൊടുന്ന് ഇതവിടെ വിശദമായി ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ഗ്രിൽ ഫിഷ് വിത്ത് സാഫ്രോൺ സോസും പിന്നെ ഒരു ചിക്കൻ ചെട്ടിനാടും ഒരു റൊട്ടിയൊക്കെ എടുത്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒലീവ്സ് മാത്രം എടുക്കണല്ലോ. അച്ചു പാസ്തയും പെപ്സിയും നോനിയും സെയിം. ഓക്കെ, കൊക്കക്കോള. അപ്പൊ നമ്മൾ ഇതൊരു കരക്ക് അടുപ്പിക്കട്ടെ കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ നമ്മൾ തിന്നൂട്ടാ. അതിന്റെ ഇടയ്ക്ക് എസി എന്ന വൻമരം ഇവിടെ വീണിരിക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റിയത്? എസിക്ക് ഒരു വയറുവേദന പിടിച്ചു. എങ്ങനെയോ പെട്ടെന്നൊരു വയറുവേദന. പെപ്സി കുടിച്ചിട്ടാണോ എന്നൊരു സംശയമുണ്ട്. അല്ലേ? സാൻഡ്വിച്ച് കഴിച്ചപ്പോ തുടങ്ങിയോ? ഇല്ല, സാൻഡ്വിച്ച് കഴിച്ചിട്ടൊന്നുമില്ല. ഇല്ല, സാൻഡ്വിച്ച് കഴിച്ചിട്ടൊന്നുമല്ല, വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഇവിടെ മസാജ് ചെയറിൽ കിടന്ന് സുഖമായി മസാജ് ആസ്വദിച്ചോണ്ടിരിക്കട്ടാ. അടിപൊളിയാണ്. ഒരു അരമണിക്കൂർ ഇതിലാണ് കിടക്കണം സുഖമായിട്ട്. പിള്ളേരോടെ മോശമല്ലാട്ടാ, അവരവിടെ കയറിയിരിക്കുന്നുണ്ട്. അവരും ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അച്ഛോ മസാജ്? ആരെങ്കിലും പിടിച്ച് ഞെക്കുണ്ടോ ബാക്കില്? ഹെഡ് മസാജ് നടന്നോണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഇത്രയും നേരം ഉണ്ടായിരുന്ന ഈ പ്രൈം ക്ലാസ് ലോഞ്ചിലാട്ടോ. നമ്മളിതാ അവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ്. നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈമായി. 2:25 ഫ്ലൈറ്റ്. ഇപ്പോൾ 1:45. നമ്മളിപ്പോൾ എയർപോർട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കംപ്ലീറ്റ് ലോഞ്ചുകൾ വരുന്നത്. ഇവിടെ പ്രൈം ക്ലാസ് ലോഞ്ച് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞതാ നേരെ മുന്നിൽ കാണുന്നത് എയർ ഹോട്ടൽ, ഇവിടുത്തെ എയർപോർട്ട് ഹോട്ടലാണ് കേട്ടോ. പിന്നെ അവിടെ നമുക്കൊരു ലോഞ്ച് കാണാം, ഫ്ലൈറ്റ് ക്ലബ്ബ്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് ഒമാൻ എയറിന്റെ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ബിസിനസ് ക്ലാസ് ലോഞ്ച്. അത് കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് കയറിപ്പോയാൽ ഇവിടെ മജാൻ ലോഞ്ചും കൂടി ഉണ്ട്.
അപ്പൊ ഇത്രയും ലോഞ്ചുകളാണ് നമ്മുടെ മസ്കറ്റ് എയർപോർട്ടിന്റെ ഉള്ളില് ഡിപ്പാർച്ചറിന്റെ ഭാഗത്തുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെ ഇറങ്ങുന്ന ഓൾ സെറ്റ് അച്ചു പോവാം ബാ. ഈ സമയത്ത് ഫ്ലൈറ്റ് ശരിയല്ല കേട്ടാ. രാത്രി പാതിരക്കുള്ള ഫ്ലൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതെ, എല്ലാവർക്കും ക്ഷീണായടോ? ക്ഷീണായോ? നമ്മൾ ഗേറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ C2ലാണ്. എയറോ ബ്രിഡ്ജിൽ കൂടെ മന്ദം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ ഫ്ലൈറ്റിൽ വന്ന് കയറി ഇരുന്നാളോട്ടോ. അച്ചോട് അധ്വാനം തുടങ്ങി. വന്ന വഴിക്ക് തന്നെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. അത് കുത്തി പൊട്ടിക്കോ? പതുക്കെ മതി, പതുക്കെ. ബാക്കി 3 ആൾക്കാരെന്താ ബാക്കിലും ഇരിക്കണ്ട. നമ്മുടെ എന്താ ഞൂഞ്ഞ് പൊതച്ചിട്ടൊക്കെ ഇരിക്കണ്? തണുത്തിട്ടാ ഞൂഞ്ഞ്? തണുത്തിട്ടാണോ? ഓ, ഇയർഫോണും ഹെഡ്ഫോണും വെച്ചിട്ടുണ്ടോ? എസിയോ? എന്താ? എന്താ ഇപ്പൊ താഴെയുള്ളവര് വിചാരിക്കണ്ടേക്കും നമ്മൾ എവിടേക്കാ പോണെന്ന്. അത് ശരിയാ. താഴെ ആരെങ്കിലും ഒന്ന് നോക്കണ്ടോ? നോക്കിയേ, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? നോക്കിയോക്കെ, താഴത്തേക്ക് കാണാലോ. കൊറേ കാറുകൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. കൊറേ കാറുകൾ നിർത്തി വെച്ചിട്ടുണ്ട്. ആൾക്കാരെ നോക്കണ്ടാവും ചെലപ്പോ. ഏത് ലൈറ്റ്? ആരാ? മിത്താൻസ് നോക്കണ്ടാവോ? ആ, ഉണ്ടാവോ. It's a great view. It's a great view. താൻ വല്ലതും കാണണ്ടോ? അതോ താൻ ഈ ഗെയിമിൽ തന്നെ ഇരിക്കുക? ജെസ്സി പുറത്തേക്ക് നോക്കൂ. ഈ ഗെയിമും കളിച്ചിരുന്നോളോട്ടാ. നമ്മള് ഫുഡ് പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇല്ലെങ്കിൽ എപ്പോഴുള്ള ഒമാൻ എയറിന്റെ ഒരു പ്രശ്നമാണ്. അവര് വന്നിട്ട് പറയും, എന്താ പറയാ, നോൺ വെജ് ഇല്ല, വെജ് കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്തത്, നമ്മളത് ഓർഡർ ചെയ്തു, പ്രീ ഓർഡർ ചെയ്തു. ഞാൻ ഹിന്ദു നോൺ വെജ് മീൽ ഓർഡർ ചെയ്തു. അതായത് ചിക്കൻ മാത്രം ഉണ്ടാവില്ല, ചിക്കനും ബാക്കി സംഭവങ്ങളും. അപ്പൊ അത് വന്നിട്ടുണ്ട്. നമുക്കാണ് ഏറ്റവും ആദ്യം കൊണ്ടു തന്നത്. അപ്പൊ നമ്മളത് വീശാൻ പോവാണ്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഇതെന്തോ ഒരു എഗ്ഗിന്റെ സംഭവമാണ്. പിന്നെ ഇതിവിടെ പാലക്കുണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, പിന്നെ എന്തോ ഒരു സ്വീറ്റ് ഉണ്ട്, വെള്ളം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറല്ല, രാവിലെ ആയി. എങ്ങനെയുണ്ട്? നല്ല ഫുഡാ? കഴിക്കണ്ട? എന്താ? ബീൻസൊക്കെ കഴിച്ചോളോ. രസക്ക് ഇല്ലെങ്കിലേ വയറിന് അസുഖാണ്. അച്ചു വീശാടോ. അച്ചു കളിയും കഴിപ്പൊക്കെ ആയിട്ട് അവിടെ മുഴുകിയിരിക്കണ്ട കേട്ടാ. അങ്ങനെ നമ്മള് ഒരു ചെറിയ ഉറക്കത്തിന് ശേഷം ബോംബെയിൽ ലാൻഡ് ചെയ്യാൻ പോകണ്ട. സമയം 4:15. അതായത് 2:30 എടുത്തു. ഏകദേശം 4:15 ഇപ്പം 4:30 ലാൻഡ് ചെയ്യുമെന്ന് വിചാരിക്കണം. അതായത് ഒരു 2 മണിക്കൂർ. ഞാൻ മാത്രമായിട്ട് ഒരു ഉറങ്ങാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തിയുള്ളൂ. ബാക്കി 2 ആളത് കണ്ടില്ലേ സൈഡിലിരുന്നിട്ട്. എസ്സി ഇതാ ഗെയിം കളിച്ചോണ്ടിരിക്കണം ഇപ്പോഴും. ജോനി ഇതാ ഗെയിം കളിച്ചോണ്ടിരിക്കണം ഇപ്പോഴും. അച്ചു ഇതാ മുമ്പിൽ എന്താ ചെയ്യണ? അച്ചു എന്താ ചെയ്യണ? TV. ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കഴിഞ്ഞ അച്ചു ഇരുന്നിട്ട് ഫ്ലൈറ്റിന്റെ റൂട്ട് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ നേരം. എന്താണെങ്കിലും
അങ്ങനെ നമ്മൾ ബോംബെയിലേക്ക് കാലെടുത്ത് കുത്തായിട്ടാ. പെട്ടെന്ന് എത്തിയില്ലേ? എത്ര നേരം എടുത്തു? 2 മണിക്കൂർ. 2 മണിക്കൂർ എടുത്തുള്ളൂ. നമ്മളങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്ത് കിടന്നുട്ടാ. ഇനി ലഗേജ് എടുക്കാന്നുള്ള ചടങ്ങും കൂടി ബാക്കിയുണ്ട്. മുംബൈ എയർപോർട്ട് എന്ന് പറയുന്നത് ഭീകരന എയർപോർട്ടാട്ടോ. നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങിയ കഷ്ടി ഒരു 2 കിലോമീറ്റർ നടന്നു ഇമിഗ്രേഷൻ എത്താൻ. കണ്ടോ, ഇപ്പൊ ബാഗേജിന്റെ ഏരിയ ആണെങ്കിലും കണ്ടില്ലേ, യമകണ്ഠന ഏരിയ ആണ്. ഇഷ്ടംമാതിരി ബെൽറ്റുകളാണ്. പുറത്ത് കിടക്കല്ലേ? ഇനി ഇതിന്റെ ഉള്ളിലൊന്നുമില്ല. പുറത്തു പോയാൽ പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ലേ? ഓക്കെ ബൈ. അങ്ങനെ മുംബൈയുടെ മണ്ണിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാട്ടാ. നല്ല ഇന്ത്യൻ സുഗന്ധം. മുംബൈ എയർപോർട്ട് ആകെ അങ്ങോട്ട് പുരോഗമിച്ചുട്ടാ. ഒരു രക്ഷയില്ല. ഭീകര എയർപോർട്ടായി മാറിയിട്ടത് കണ്ടില്ലേ? നമ്മള് പുറത്ത് എവിടേക്കോ പുറം രാജ്യത്ത് എവിടേക്കോ പോയ ഒരു ഫീലിംഗ് ആണ്. എന്താണെങ്കിലും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഹോട്ടലിലേക്ക് പോവാനുള്ള ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് ഒരു 12 മണി എന്താണെങ്കിലും കഴിയും. നമ്മളാണെങ്കിൽ ഒരുപാട് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. 7:30 മണിയായിട്ടുള്ള സമയം. അപ്പോൾ എന്ത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഹോട്ടലിലേക്ക് പോകണം, അവര് ചിലപ്പോ ഏർലി ചെക്ക് ഇൻ തരും, പക്ഷെ അതും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, നല്ല അടിപൊളി ഒരു ഫുഡ് കോർട്ട്. അപ്പൊ അവിടെ കയറി നമ്മുടെ ഒരു പൊടി മൈസൂർ മസാല ദോശ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം എന്താ, പൊടി മസാല ഇഡ്ഡലി ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം പോവും. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഹോട്ടല് ബുക്ക് ചെയ്തിരിക്കുന്നത് ദാദറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്താൻ ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ വേണം. അതോട് കൂടിയിട്ട് സമയം ഏകദേശം ആവുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്താണെങ്കിലും കഴിക്കട്ടെ. ഇനി ബോംബെയിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡ് അടിയിട്ടാ. നല്ല പൊടി മസാല ദോശ. ചട്നിയിലും മുക്കി, സാമ്പാറിലും മുക്കി. പൊരിച്ചു തകർത്തു. അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ടാക്സി എടുത്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നേരെ എവിടേക്കാ പോണത് നമ്മള്? നേരെ നമ്മൾ ദാദറിലേക്ക് വെച്ചടിക്കുകയാണ്. ഇവിടെ വന്നിട്ട് പ്രീപെയ്ഡ് ടാക്സി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അത് എത്രത്തോളം വിശ്വസിച്ച് കയറാൻ പറ്റും എന്നറിയില്ല. പ്രീപെയ്ഡ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞവര് എല്ലാം സെറ്റിൽ ചെയ്യും. എമൗണ്ട് എത്രയാണ്, കാര്യങ്ങൾ എത്രയാണെന്നൊക്കെ. അപ്പൊ ആ എമൗണ്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളൊരു 20 മിനിറ്റത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ ഹോട്ടലിന് മുമ്പിൽ എത്തിയിരിക്കട്ടോ. അതാ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, രാമി ഗസ്റ്റ് ലൈൻ ഹോട്ടൽ. ഇത് നമ്മുടെ ദാദർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ബസ് വരുന്നതിന്റെ തൊട്ട് പുറകിലാണ് ദാദർ റെയിൽവേ സ്റ്റേഷൻ. അതാ കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങടെയും പോകാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടല് ഭയങ്കര സൗകര്യപ്രദമാണ്. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ ഇവിടെ താമസിക്കാൻ കാര്യം. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി വന്നൊരു ചെറിയ റിസപ്ഷനും സംഭവമൊക്കെ ആട്ടാ. നമ്മൾക്ക് ഇപ്പോൾ സമയം 8:51 ആയിട്ടുള്ളൂ. നമ്മുടെ റൂം ഇതുവരെ റെഡി ആയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കണം. എന്തായി, അച്ചു തൂങ്ങി ഉറങ്ങിയില്ലേ? രസിക്ക് ഉറങ്ങണ്ട? അങ്ങനെ നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മൾ റൂമിൽ വന്ന് കയറി. ഞാൻ പെട്ടെന്ന് ഒന്ന് റൂം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിടന്ന് ഉറങ്ങാൻ. റൂം തുറന്ന് നമ്മൾ ഉള്ളിൽ കയറിയാൽ നമുക്കിതാ ഇവിടെ ഒരു കബോർഡ് കാണാം. പിന്നെ ലോക്കറ് സംഭവങ്ങളൊക്കെ, ഇവിടെ ചെരുപ്പൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് കഴിഞ്ഞതാ ഇതാണ് നമ്മുടെ വിശാലമായ ബെഡ്. പിള്ളേരൊക്കെ കയറി കിടന്നുട്ടാ. അച്ചു നല്ല ഉറക്കമായി. 2 സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാൻ 2 ചെയറ്, ടേബിള്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ടീ കോഫി അമ്യൂണിറ്റീസ് എല്ലാം വെച്ചിട്ടുണ്ട്. കെറ്റിലുണ്ട്. പിന്നെ വെള്ളം, കുറച്ച് കുക്കീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ബാറുണ്ട്. അതില് സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു, കള്ളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കുള്ള വ്യൂ എന്താന്ന് വെച്ചാൽ, കർട്ടൻ മാറ്റിയാൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. ഇവരുടെ ഒരു ഫ്രണ്ട് ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ബാത്റൂം.
ബാത്റൂമിനൊരു ബാട്ടബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് അമ്യൂണിറ്റീസ് എല്ലാം വെച്ചിട്ടുണ്ട്. ടവല് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ടോയ്ലറ്റ് അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. ഡെന്റൽ കിറ്റ്, ഷവർ ക്യാപ്പ്, ഷേവിംഗ് കിറ്റ്, ഡ്രയർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്താ പറഞ്ഞേ? പഴയ ഹോട്ടലാണ്, പക്ഷെ നല്ല വൃത്തിയും വെടുപ്പായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്ലോസറ്റും ഉണ്ട് കേട്ടോ, കാണിക്കാതിരിക്കണം, മോശമല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബോംബെയിലെ റൂം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത് കൂടിയുണ്ടാവുന്ന. എന്താണെങ്കിലും ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണ് നമ്മളുടെ പരിപ്പിളകി. ഇനി എന്താ ഒന്ന് കുളിക്കണം, ചിലപ്പോ ഒന്ന് കുളിക്കും. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കറങ്ങണം. അപ്പോൾ പുതിയൊരു ബോംബെ വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.